ഓം നമോ ഭഗവതേ വാസുദേവായ. രാമായണ കഥ തുടരുകയാണ്. നീത സുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈഃ ക്ഷിപ്ത്വാംഗുഷ്ഠേന ഭൂയോ ലുലുവിധ യുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവ ഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷവേലാമനൈഷ്യ വിരഹതരളിതസ്ത്വം മദംഗശ്രമാന്തേ. അങ്ങനെ കഴിഞ്ഞ അധ്യായത്തിൽ അവസാനം നമ്മൾ പറഞ്ഞത് ഹനുമാൻ രാമലക്ഷ്മണന്മാരെ കണ്ട കാര്യമാണ്. ആരാണ് ഈ രണ്ടുപേരെന്ന് അറിഞ്ഞ ഹനുമാൻ രാമലക്ഷ്മണന്മാരെ സുഗ്രീവന്റെ അടുക്കലേക്ക് നയിച്ചു. അവിടെ വെച്ച് രാമനും സുഗ്രീവനും സഖ്യം ചെയ്തു. ബാലിയെ വധിച്ച് വാനരരാജ്യം സുഗ്രീവന് കൊടുക്കാമെന്ന് ശ്രീരാമനും സീതാന്വേഷണത്തിൽ രാമനെ സഹായിക്കാമെന്ന് സുഗ്രീവനും പ്രതിജ്ഞ ചെയ്തു. അമിത ബലപരാക്രമിയായ ബാലിയെ വധിക്കാൻ രാമന് കഴിയുമോ എന്ന് സുഗ്രീവന് സംശയമുണ്ടായിരുന്നു. ബാലി വധിച്ച ദുന്ദുഭി എന്ന അസുരന്റെ വളരെ വലിപ്പമുള്ള ശരീരം രാമൻ തൻ്റെ കാൽ പെരുവിരൽ കൊണ്ട് വളരെ ഉയരത്തിലേക്ക് എടുത്തെറിഞ്ഞു. അതുപോലെ തന്നെ 7 സാലവൃക്ഷങ്ങളെ ഒരൊറ്റ അമ്പുകൊണ്ട് ഒരുമിച്ച് മുറിക്കുകയും ചെയ്തു. അങ്ങനെ തൻ്റെ ശക്തിയെക്കുറിച്ച് സുഗ്രീവനുണ്ടായ സംശയം തീർത്തു കൊടുത്തു രാമൻ. പിന്നീട് സുഗ്രീവന്റെ പോർവിളി കേട്ട് അയാളുമായി ദ്വന്ദ്വയുദ്ധത്തിൽ ഏർപ്പെട്ട് ബലവാനായ ബാലിയെ ഒളിയം പെയ്ത് ശ്രീരാമൻ കൊന്നു. പ്രതിജ്ഞ ചെയ്തതനുസരിച്ച് കിഷ്കിന്ധ രാജ്യം സുഗ്രീവന് കൊടുത്ത ശേഷം സീതാവിരഹം കൊണ്ട് ദുഃഖിതനായ രാമൻ വർഷകാലം മദംഗാശ്രമത്തിനടുത്ത് കഴിച്ചുകൂട്ടി. ഒരുപാട് കഥകൾ ഒരൊറ്റ ശ്ലോകം കൊണ്ട് പറഞ്ഞിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും തൊട്ട് ഭട്ടതിരി പറയുന്നുണ്ട്. എത്രയോ വലിയ ഒരു രാമായണം എന്ന ആ കാവ്യം വളരെ ചുരുക്കി 2 ദശകങ്ങളിൽ ഒതുക്കുമ്പോഴുണ്ടാവുന്ന ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും കഥകൾ എല്ലാവർക്കും സുപരിചിതമായതുകൊണ്ട് നമ്മൾ അതിൽ ഓരോന്നും നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രീതിയിൽ ഇത് വായിക്കുമ്പോൾ ഊഹിക്കാനായിട്ട് കഴിയും. നീത സുഗ്രീവമൈത്രീം തദനു ഹനുമതാ ദുന്ദുഭേ കായമുച്ചൈഃ ക്ഷിപ്ത്വാംഗുഷ്ഠേന ഭൂയോ ലുലുവിധ യുഗപത്പത്രിണാ സപ്തസാലാൻ ഹത്വാ സുഗ്രീവഘാതോദ്യതമതുലബലം ബാലിനം വ്യാജവൃത്യാ വർഷാവേലാമനൈഷിർ വിരഹതരളിതസ്ത്വം മദംഗാശ്രമാന്തേ. 35-ാം ദശകമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 2-ാമത്തെ ശ്ലോകം. ഇനി സീതാന്വേഷണമാണ്. സുഗ്രീവേനാനുജോക്ത്യ സഭയമപി യദാ വ്യൂഹിതാം വാഹിനീം താം
ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷുദ്രുതമഥ ദൈതാമാർഗണായാവനം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കപിവിരവി തദാ ത്വത്പ്രിയാ സപ്രയാസൈഹി. അപ്പോൾ മഴക്കാലം മുഴുവനും മതങ്കാശ്രമത്തിനടുത്ത് രാമനും ലക്ഷ്മണനും താമസിച്ചു. സുഗ്രീവനാണെങ്കിൽ രാജ്യം കിട്ടിയ ആ സന്തോഷത്തിൽ മതിമറന്ന് അങ്ങനെ ഇരിക്കുകയാണ്. മഴക്കാലം കഴിഞ്ഞു. എന്നിട്ടും സുഗ്രീവൻ സീതാന്വേഷണത്തിന് ഒരുങ്ങുന്നില്ല എന്ന് കണ്ട് രാമൻ ലക്ഷ്മണനെ കിഷ്കിന്ധിയിലേക്ക് അയച്ചു. ബാലിയെ കൊന്ന അമ്പ് ഇപ്പോഴും ശ്രീരാമന്റെ പക്കലുണ്ട് എന്ന ലക്ഷ്മണന്റെ വാക്ക് കേട്ട് ഭയന്ന സുഗ്രീവൻ രാമന്റെ അടുത്ത് വന്നു. ഉടൻ തന്നെ വാനരന്മാരെ വരുത്തി അവരെ വ്യൂഹങ്ങളായി തിരിച്ച് ഓരോ ദിക്കിലേക്കും അയക്കാനുള്ള ഏർപ്പാട് ചെയ്തു. വാനര സൈന്യം യാത്ര പുറപ്പെടുമ്പോൾ ശ്രീരാമനെ വണങ്ങി യാത്രാനുമതി തേടി. അത് കണ്ട് സന്തുഷ്ടനായ ശ്രീരാമൻ അവരിൽ ഒരു വ്യൂഹത്തിൻ്റെ പ്രധാനിയായ ഹനുമാന്റെ കയ്യിൽ തൻ്റെ അടയാളമായ മുദ്രമോതിരം കൊടുത്തു. മാത്രമല്ല സീതയ്ക്കുള്ള സന്ദേശവും നൽകി. എന്നുവെച്ചാൽ ആ സന്ദേശം ഹനുമാനോട് പറഞ്ഞു. അതായത് രാമനാണ് ഇത് നൽകിയത് എന്ന് സീതയ്ക്ക് അറിയാൻ വേണ്ടി. പിന്നീട് പ്രയത്നശാലികളായ വാനരന്മാർ സീതയെ എല്ലാ മാർഗങ്ങളിലും അന്വേഷിച്ചു. സുഗ്രീവേണാനുജോക്ത്യാ സഭയമപി യദാ വ്യൂഹിതം വാഹിനീം താം ഋക്ഷാണാം വീക്ഷ്യ ദിക്ഷുദ്രുതമഥ ദൈതാമാർഗണായാവനം സന്ദേശം ചാങ്കുലീയം പവനസുതകരേ പ്രാദിശോ മോദശാലീ മാർഗേ മാർഗേ മമാർഗേ കപിവിരവിദദാ ത്വത്പ്രിയാ സപ്രയാസൈഹി. മുപ്പത്തഞ്ചാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകമാണ് ഇനി. ഈ ശ്ലോകത്തിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കഥകൾ മേൽപ്പത്തൂർ ഭട്ടതിരി പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ത്വദ്വാർത്താകർണനോദ്യത് ഗരുദുരുജ സമ്പാദി വാക്യപ്രോത്തീർണാർണോദിരന്തർനഗരി ജനകജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷപണജനരണ സോഡബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പ്ലുഷ്ട്വാ ജലങ്കം ചടിദിശ ഹനുമാൻ മൗലിരത്നം ദദൗ തേ. ഭഗവാന്റെ പ്രത്യേക പ്രീതിക്ക് പാത്രമായ ആളാണ് ഹനുമാൻ. ഹനുമാൻ ഉൾപ്പെട്ട അന്വേഷണ സംഘം ദക്ഷിണ സമുദ്രം വരെ അന്വേഷിച്ചിട്ടും സീതയെ കാണാതെ തിരിച്ചു പോകാൻ കഴിയാത്തതിനാൽ അവർ പ്രായോപവേശത്തിനൊരുങ്ങി. അപ്പോൾ സമ്പാദി വാനരന്മാരുടെ സംഭാഷണത്തിൽ നിന്നും ശ്രീരാമന്റെ കഥ കേട്ടു. സൂര്യതാപമേറ്റ് കരിഞ്ഞുപോയ സമ്പാദിയുടെ ചിറകുകൾ വീണ്ടും മുളച്ചു, വീണ്ടും ഉണ്ടായി. സീത എവിടെയാണുള്ളതെന്ന് പറഞ്ഞു കൊടുത്ത ശേഷം സമ്പാദി ആകാശത്തിലേക്ക് പറന്നുയർന്നു. സീത ലങ്കയിലുണ്ടെന്നറിഞ്ഞ ഹനുമാൻ
വിസ്തൃതമായ മഹാസമുദ്രത്തെ ചാടിക്കടന്ന് ലങ്കയിലെത്തി. അവിടെ അശോകവനികയിൽ അശോകവൃക്ഷത്തിൻ്റെ കീഴിൽ ഭർത്താവിൻ്റെ വിരഹത്താൽ ദുഃഖിതയായി കഴിയുന്ന സീതയെ ഹനുമാൻ കണ്ടു. ശ്രീരാമൻ തന്നയച്ച മോതിരവും അടയാളവാക്യവും ദേവിക്ക് സമർപ്പിച്ചു. പിന്നീട് സീത ഇരിക്കുന്ന സ്ഥലം ഒഴിച്ചുള്ള ആ അശോകവനികയെ തകർത്ത് തരിപ്പണമാക്കി. തടയാനായി വന്ന രാവണപുത്രനായ അശ്വകുമാരനെ വധിച്ചു. അതിനുശേഷം ഒരുപാട് രാക്ഷസന്മാരെ വധിച്ചു. അതിനുശേഷം മേഘനാഥന്റെ ബ്രഹ്മാസ്ത്ര ബന്ധനത്തിൽ വഴങ്ങി ബന്ധനസ്ഥനായ ഹനുമാനെ രാവണന്റെ മുമ്പിൽ മേഘനാഥൻ എത്തിച്ചു. ഹനുമാൻ രാവണന് നല്ല ഉപദേശം കൊടുത്തു. എങ്കിലും രാവണൻ അത് കേട്ട് കോപിക്കുകയാണ് ഉണ്ടായത്. രാവണനുണ്ടോ ഹനുമാന്റെ ഉപദേശമൊക്കെ കേൾക്കാൻ പോകണം. രാവണന്റെ ആജ്ഞപ്രകാരം രാക്ഷസന്മാർ ഹനുമാന്റെ വാലിൽ തീ കത്തിച്ചു. ആ തീ ഉപയോഗിച്ച് ഹനുമാൻ ലങ്കാനഗരത്തെ ആകെ ഭസ്മമാക്കി. അതിനുശേഷം തിരികെ കടൽ കടന്ന് മറ്റു വാനരന്മാരോടൊപ്പം ശ്രീരാമനെ വന്ന് കണ്ട് നമസ്കരിച്ചു. സീതാദേവി കൊടുത്തയച്ച ചൂടാരത്നവും അടയാളവാക്യവും ശ്രീരാമന് സമർപ്പിക്കുകയും ചെയ്തു. ഇതിൽ ലങ്കാദഹനം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ശ്ലോകത്തിൽ നമ്മൾ കേൾക്കുകയുണ്ടായി. വാർത്താകർണനോദ്യത്കരുതുരുജ സമ്പാദി സമ്പാദി വാക്യ പ്രോത്തീർണാർണോതിരന്തർനഗരി ജനഗജാം വീക്ഷ്യ ദത്വാങ്കുലീയം പ്രക്ഷുദ്യോദ്യാനമക്ഷക്ഷപണ ചണരണസോടബന്ധോ ദശാസ്യം ദൃഷ്ട്വാ പൃഷ്ട്വാ ച ലങ്കാം ചെടിതി സ ഹനുമാൻ മൗലിരത്നം ദദൗതേ. ഇന്ന് 35-ാം ദശകത്തിലെ 4-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിക്കുന്നത്. ത്വം സുഗ്രീവാംഗദാദിപ്രബല കപിജമൂചക്രവിക്രാന്ത ഭൂമി ചക്രോ വിക്രമ്യ പാരേ ജലധി നിശിചരീന്ദ്രാനുജാ ശ്രീയമാണഃ തത്പ്രോക്തം ശത്രുവാർത്തം രഹസി നിശമയൻ പ്രാർത്ഥനാവാർത്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുരധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. സീതാദേവി ലങ്കയിലുണ്ടെന്ന് അറിഞ്ഞ ശ്രീരാമൻ ലങ്കയിലേക്ക് യാത്ര തിരിച്ചു. സുഗ്രീവൻ, അംഗദൻ തുടങ്ങിയ മഹാപരാക്രമികളായ വാനരശ്രേഷ്ഠന്മാരുടെ നേതൃത്വത്തിലുള്ള വാനരസേന ഭഗവാനെ അനുഗമിച്ചു. ആ സേന ഭൂമണ്ഡലമാകെ വ്യാപിക്കത്തക്കവണ്ണം വലിപ്പമുള്ളതായിരുന്നു. വളരെ വലിയ സേനയാണ്. സേനയോടൊപ്പം ശ്രീരാമൻ സമുദ്രതീരത്തെത്തി. രാവണൻ ലങ്കയിൽ നിന്ന് പുറത്താക്കിയ അനുജൻ വിഭീഷണൻ രാമനെ വന്നു കണ്ട് ആശ്രയം തേടി. വിഭീഷണൻ രഹസ്യമായി രാവണന്റെ ബലഹീനതകളും ബലവീര്യ വേഗാദികളും ശ്രീരാമന് ധരിപ്പിച്ചു. വാനരസേനയ്ക്ക് സമുദ്രം കടക്കുന്നതിന് വഴി തരണമെന്ന് ശ്രീരാമൻ വരുണനോട്, സമുദ്രത്തിൻ്റെ ദേവത വരുണനോട് പ്രാർത്ഥിച്ചു. വരുണൻ കനിഞ്ഞില്ല. തൻ്റെ പ്രാർത്ഥന പാഴായിപ്പോയപ്പോൾ കോപിഷ്ഠനായ ശ്രീരാമൻ സമുദ്രത്തെ വറ്റിച്ചു കളയാൻ പോകുന്ന ആഗ്നേയാസ്ത്രം വില്ലിൽ തൊടുത്തു. അതിൻ്റെ തേജസ് കൊണ്ട് വരുണൻ ഭയന്ന് വിറച്ചു. വരുണൻ
പെട്ടെന്ന് തന്നെ ശ്രീരാമന്റെ മുമ്പിൽ വന്നു നിന്ന് അഭയം പ്രാപിക്കുകയും സമുദ്ര മധ്യത്തിലൂടെ സേതു അണക്കെട്ട് ബന്ധിക്കാൻ അനുവാദം നൽകുകയും ചെയ്തു. ത്വം സുഗ്രീവാംഗദാദിപ്രബല കപിജമൂചക്രവിക്രാന്ത ഭൂമി ചക്രോഭിക്രമ്യ പാരേ ജലധി നിശിചരീന്ദ്രാനുജാ ശ്രീയമാണഃ തത്പ്രോക്തം ശത്രുവാർത്തം രഹസി നിശമയൻ പ്രാർത്ഥനാവാർത്യരോഷ പ്രാസ്താഗ്നേയാസ്ത്രതേജസ്ത്രസദുരധിഗിരാ ലബ്ധവാൻ മധ്യമാർഗം. 35-ാം ദശകത്തിലെ 5-ാമത്തെ ശ്ലോകമാണിന്ന്. കീശൈരാശാന്തരോപാകൃത ഗിരിനികരൈः സേതുമാധാപ്യയാതോ യാതൂന്യാമർദ്യ ദംഷ്ട്രാ നഖശിഖരി ശിലാശാല ശസ്ത്രേ സുസൈന്യേ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ചക്രജേത്രാ വേഗാനഗാസ്ത്രബദ്ധ പദഗപതി ഗരുന്മാരുദേർ മോചിതോ. പല ദിക്കുകളിൽ നിന്ന് വാനരന്മാർ ബന്ധനത്തിനായി പാറക്കഷ്ണങ്ങൾ അടർത്തിക്കൊണ്ടുവന്നു. അവ ഉപയോഗിച്ച് സമുദ്രത്തിനു കുറുകെ വാനരന്മാർ സേതു ബന്ധിച്ചു, ഒരു വഴി ഉണ്ടാക്കി. സേനയോടൊപ്പം ലങ്കയിലേക്ക് പോയി എല്ലാവരും. വാനര സേനയുടെ ആയുധങ്ങൾ എന്തൊക്കെയാണ്? ദംഷ്ട്ര, നഖം, പാറ, പർവ്വതം, അല്ലെ, അങ്ങനെയുള്ളതൊക്കെയാണ്. ദിവ്യാസ്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ധരിച്ച രാക്ഷസ സേനയെ വാനരസേന മർദ്ദിച്ചു. ഈ വക നഖവും പാറയും ഒക്കെ ആണെങ്കിലും അവരും നന്നായിട്ട് യുദ്ധം ചെയ്തു എന്നർത്ഥം. രാമലക്ഷ്മണന്മാരും തങ്ങളുടെ പരാക്രമം പ്രദർശിപ്പിച്ചു. അങ്ങനെ യുദ്ധം കൊടുമ്പിരിക്കൊള്ളതാണ്. അങ്ങനെ ഇരിക്കെ ഇന്ദ്രജിത്ത് വളരെ മിടുക്കനാണ്. നാഗാസ്ത്രം ഉപയോഗിച്ച് രാമലക്ഷ്മണന്മാരെ ബന്ധിച്ചു. അപ്പോൾ ഗരുഡൻ തൻ്റെ ചിറകടി കാറ്റുകൊണ്ട് നാഗപാശങ്ങളെ നശിപ്പിച്ചു. അതായത് അമ്പെയ്യുമ്പോൾ പാമ്പുകളാണ് വരുന്നത്. അത് രാമലക്ഷ്മണന്മാരെ ഇങ്ങനെ വരിഞ്ഞു മുറിക്കും. അപ്പോൾ ഭഗവാന് അല്ലേ, ഒടിയാടയാളും വാഹനവും ഒക്കെയാണ് ഗരുഡൻ്റെ ശത്രുക്കളാണ് ഈ നാഗന്മാര് അല്ലേ, പാമ്പുകൾ. അപ്പോൾ ഗരുഡൻ വന്ന് തൻ്റെ ചെറുകടി ശബ്ദം കേൾക്കപ്പോഴേക്കും തന്നെ ആ നാഗങ്ങളെല്ലാം നശിച്ചു പോയി. അല്ലെങ്കിൽ നാഗപാശങ്ങൾ അതെല്ലാം കെട്ടഴിഞ്ഞ് പോയി. യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കീശൈരാശാന്തരോപാകൃത ഗിരിനികരൈ സേതുമാധാപ്യയാതോ യാതോന്യാമർദ്യ ദംഷ്ട്രാ നഖശിഖരി ശിലാസാല ശസ്ത്രൈ സുസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്രാ വേഗാനാഗാസ്ത്രബദ്ധ പദഗപതി ഗരുന്മാരുദേ മോചിതോ.
35-ാം ദശകത്തിലെ 6-ാമത്തെ ശ്ലോകം കുംഭകർണ വധത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത്. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രകൃതി ഗളത ദുർവാദ ജാനീത ശൈല ക്രാണാത് പ്രാണാനുപീതോ വികൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനഹൃതസ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവേദലമഖിലജമോ ഭക്ഷിണം ദക്ഷിണോസ്ത്വം. രാവണ യുദ്ധത്തിൻ്റെ ചില പ്രധാന സംഭവങ്ങൾ ചുരുക്കി പറയുകയാണ് ഇവിടെ, അല്ലെ? ഈ ശ്ലോകത്തിൽ രാമായണം യുദ്ധകാണ്ഡത്തിൽ പറയുന്നത് പോലെ ക്രമപ്രകാരമൊന്നുമല്ല പറയുന്നത്. ഈ ശ്ലോകത്തിൽ പരാമർശിക്കുന്നത് ഇപ്രകാരമാണ്. അതായത്, ഈ യുദ്ധഭൂമിയിൽ ശക്തി എന്ന ആയുധത്തിൻ്റെ പ്രഹരമേറ്റ് ലക്ഷ്മണൻ ഹതപ്രാണനായി വീണു. ലക്ഷ്മണൻ മോഹിതനായി വീണു. ഹനുമാൻ എന്ത് ചെയ്തു? ഔഷധമടങ്ങുന്ന പർവ്വതം, അല്ലെ, ഇതെല്ലാം വളരെ പ്രസിദ്ധമാണ്, അടർത്തി എടുത്തു കൊണ്ടുവന്നു, അല്ലെ? ആ മരുന്ന് മൃതസഞ്ജീവിനി കാണാൻ വിഷമമായപ്പോൾ ആ പർവ്വതം തന്നെ എടുത്തുകൊണ്ട് വന്നു. അതിലുണ്ടായിരുന്ന മൃതസഞ്ജീവിനിയുടെ ഗന്ധമേറ്റ് ലക്ഷ്മണന് പ്രാണൻ തിരിച്ചു കിട്ടി. രാമായണത്തിൽ ഇത് വ്യത്യസ്തമായാണ് പറഞ്ഞിട്ടുള്ളത്. രാമനും ലക്ഷ്മണനും മറ്റും ബോധരഹിതരായി എന്ന് പറയുന്നുണ്ട്. പിന്നീട് മായാപ്രയോഗത്തിലും കപടയുദ്ധത്തിലും സമർത്ഥനായ മേഘനാഥനെ ലക്ഷ്മണൻ യുദ്ധത്തിൽ വധിച്ചു. രാക്ഷസമായ കൊണ്ട് സീത വധിക്കപ്പെട്ടതായും മറ്റും തോന്നലുണ്ടായപ്പോൾ ചഞ്ചല മനസ്കനായി തീർന്ന ശ്രീരാമചന്ദ്രനെ വിഭീഷണൻ ആശ്വസിപ്പിച്ചു. ഭൂതലമാകെ ഇളക്കിക്കൊണ്ടും വാനര സേനകളെ കൂട്ടത്തോടെ ഭക്ഷിച്ചുകൊണ്ടും യുദ്ധത്തിന് പാഞ്ഞെത്തിയ കുംഭകർണനെ രാമൻ തന്നെ വധിച്ചു. അല്ലേ? രാമൻ തന്നെയാണ് കുംഭകർണനെ വധിക്കേണ്ടത്. അപ്പോൾ കുംഭകർണ വധം വരെ നമ്മൾ ഈ ശ്ലോകത്തിൽ പറയുകയാണ്. സൗമിത്രിസ്ത്വത്ര ശക്തി പ്രകൃതികളത സുർവാദ സൗമിത്രിസ്ത്വത്ര ശക്തി പ്രകൃതികളത സുർവാദ ജാനീത ശൈല ക്രാണാത് പ്രാണാനുഭേദോ വികൃണുത കുസൃതിശ്ലാഘിനം മേഘനാദം മായാക്ഷോഭേഷു വൈഭീഷണവചനകൃത സ്തംഭന കുംഭകർണം സംപ്രാപ്തം കമ്പിതോർവീതലമഖില ചമോ ഭക്ഷിണം ദക്ഷിണോസ്ത്വം. ഇന്ന് 35-ാം ദശകത്തിലെ 7-ാമത്തെ ശ്ലോകം. ഗൃണ്ണൻ ജംഭാരി സംപ്രേഷിത രഥകവചോ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ വിന്ദൻ ഗളദതിമബലാമഗ്നിശുദ്ധം പ്രഗൃണ്ണൻ ദേവശ്രേണീവരോജ്ജീവിത സമരമൃതൈർ രക്ഷതൈ അക്ഷതൈർക്ഷസംഗൈ ലങ്കാഭർത്രാജസാകം നിജനഗരമഗ സപ്രിയ പുഷ്പകേണ. അവനെ ആകെയുള്ളത് രാവണനെ വധിക്കുക എന്നുള്ളതാണ്. രാമരാവണ യുദ്ധത്തിൽ രാവണന് തേരും തേരാളിയും സഹായികളും ഒക്കെ ഉണ്ടായിരുന്നു. രാമനാണെങ്കിലോ നിലത്ത് നിന്നാണ്, മനുഷ്യനല്ലേ, യുദ്ധം ചെയ്യുന്നത്. ഇത് കണ്ട് ദേവേന്ദ്രന് വിഷമായി. അദ്ദേഹം സ്വന്തം തേരും പടച്ചട്ടയും തേരാളിയായി
മാതലിയെയും ഭഗവാന് സമർപ്പിച്ചു. രാമൻ അത് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്നുള്ള യുദ്ധത്തിൽ രാവണന്റെ ശിരസ്സുകളെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഛേദിച്ച് ശ്രീരാമൻ വധിച്ചു. തുടർന്ന് അഗ്നിശുദ്ധയായ സീതയെ സ്വീകരിച്ച ശേഷം അവിടെ വന്നുകൂടിയ സമൂഹത്തിൻ്റെ വരബലം കൊണ്ട് യുദ്ധത്തിൽ മരിച്ച വാനരന്മാർക്കെല്ലാം ജീവൻ തിരിച്ചു കിട്ടി. മുറിവേറ്റവരുടെ വ്രണങ്ങളെല്ലാം ഉണങ്ങി. അങ്ങനെ അക്ഷതമായി തീർന്ന വാനര സേനയോടും, അതായത് മരിച്ചവരെല്ലാം തന്നെ ജീവിച്ചു എന്നർത്ഥം, ഒരു വിഷമവും ഒരു ക്ഷതവും ഉണ്ടായില്ല. അങ്ങനെയുള്ള വാനരസേനയോടും വിഭീഷണനോടും കൂടി സീതാദേവിയോടൊപ്പം പുഷ്പക വിമാനത്തിൽ കയറി ശ്രീരാമനും ലക്ഷ്മണനും സ്വന്തം നഗരമായ അയോധ്യയിലേക്ക് മടങ്ങി. ഒറ്റ ശ്ലോകം കൊണ്ട് രാവണനെ കൊന്ന് സീതയെ സ്വീകരിച്ച് വാനരന്മാരെല്ലാം ജീവിപ്പിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു വന്നു. ഗൃഹ്ണൻ ജംഭാരി സംപ്രേഷിത രഥകവചോ രാവണേനാഭിയുധ്യൻ ബ്രഹ്മാസ്ത്രേണാസ്യ ബിന്ദൻ ഗളദതിമബലം അഗ്നിശുദ്ധം പ്രഗൃഹ്ണൻ ദേവശ്രേണീവരോജ്ജീവിത സമരമൃതേ അക്ഷതൈരിക്ഷസംഗേ ലങ്കാഭദ്രാചസാദം നിജനഗരമഗ സപ്രിയ പുഷ്പകേണ. 35-ാം ദശകത്തിലെ 8-ാമത്തെ ശ്ലോകം. ശ്രീരാമന്റെ രാജ്യാഭിഷേകത്തെ കുറിച്ചാണ് ഇതിൽ പ്രതിപാദിക്കുന്നത്. പ്രീതോ ദിവ്യാഭിഷേകൈരയുധ സമധികാൻ വത്സരാൻ പര്യരംസീർ മൈഥില്യാം പാപവാചാ ശിവ ശിവ കിലതം ഗർഭിണീമപ്യഹാസി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രപാശം താവത് വാത്മീകിഗേഹേ കൃതവസതിരുപാസൂത സീതാസുതൗതേ. അങ്ങനെ അയോധ്യയിൽ വന്ന് ശ്രീരാമനെ എല്ലാവരും നിർബന്ധിച്ച് രാജാവാക്കാൻ സമ്മതിപ്പിക്കുകയാണ്. പിന്നീട് ദിവ്യ തീർത്ഥങ്ങളിലെ ജലം കൊണ്ട് ശ്രീരാമനെ അയോധ്യയിലെ രാജാവായി അഭിഷേകം ചെയ്തു. സംപ്രീതരായ ശ്രീരാമന്റെ ഭരണത്തിൽ ജനങ്ങൾ ആഹ്ലാദഭരിതരായി. അങ്ങനെ 10,000-ത്തിലധികം വർഷം അദ്ദേഹം രാജ്യം ഭരിച്ചു, സുഖമായി വാണു. എങ്കിലും സീതയെക്കുറിച്ചുള്ള ഒരു അപവാദം, അതായത് രാവണന്റെ ഗൃഹത്തിൽ കുറെ കാലം കഴിഞ്ഞ സ്ത്രീയാണ് സീത എന്ന ഒരു അപവാദം കേട്ട് സീത ഗർഭിണിയായിരുന്നിട്ടും രാമൻ അവളെ ഉപേക്ഷിച്ചു. ശിവശിവ, കഷ്ടം കഷ്ടം എന്നേ പറയാവൂ, അല്ലേ? നല്ല രാജാവാകണം എന്ന് മാത്രമേ ശ്രീരാമന് ആഗ്രഹമുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇത്രയും കാര്യങ്ങൾ അറിയുന്ന സീതാദേവിയെ കുറിച്ച് എല്ലാം അറിയുന്ന ശ്രീരാമൻ വെറും ഒരു എന്താ പറയാ, അപവാദം എന്ന് പറയാൻ പറ്റില്ല, ചുമ്മാ പറഞ്ഞതായിരിക്കാം. അത് കേട്ട് സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുകയാണ്. ലവണാസുരൻ എന്ന ദുഷ്ട രാക്ഷസന്റെ ശല്യത്തെക്കുറിച്ച് മുനിമാർ പരാതിപ്പെട്ടു. അങ്ങനെ ശത്രുഘ്നനെ കൊണ്ട് അവരെ വധിപ്പിച്ചു. നിന്ദ്യനായ ഒരു ശൂദ്രൻ തപസ് ചെയ്യുന്നതായി അറിഞ്ഞപ്പോൾ ചെയ്യുന്ന കൃത്യം തപസ്സാണ് എന്നറിഞ്ഞിട്ടുകൂടി അയാളെ വധിച്ചു. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ
അതായത് ശരിക്ക് ഒരു ശ്രീരാമൻ്റെ നിലയ്ക്ക് അതൊന്നും പാടില്ലാത്തതാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വാൽമീകി എഴുതിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ സമയത്ത് കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട സീത വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ സംരക്ഷണയിൽ കഴിയുകയായിരുന്നു. അവിടെ വെച്ച് ശ്രീരാമൻ്റെ 2 പുത്രന്മാർക്ക് സീത ജന്മം നൽകി. താൻ എന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാതെ രാജ്യ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങൾ ബലി കൊടുത്ത ഒരു രാജാവിൻ്റെ ധർമ്മം അനുഷ്ഠിക്കുക എന്നതിൽ ശ്രദ്ധാലുവായ രാമനെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ് ഈ ശ്ലോകത്തിൽ പറയുന്നതൊക്കെയും. എങ്കിലും രാമരാജ്യം എന്നുള്ള ഒരു കാര്യം, ഒരു അകീർത്തിയോ ഒന്നുമില്ലാതെ തൻ്റെ രാജ്യം ഭരിക്കണം എന്നുള്ള ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് ഇതെല്ലാം ചെയ്തത് എന്ന് നമുക്ക് പറയാം. പ്രീതോ ദിവ്യാഭിഷേകൈരയുധ സമധികാൻ വത്സരാൻ പര്യരംസീർ മൈഥില്യാം പാപവാച ശിവ ശിവ കിലതം ഗർഭിണീമഭ്യഹാസീഹി ശത്രുഘ്നേനാർദ്ദയിത്വാ ലവണനിശിചരം പ്രാർത്ഥയ ശൂദ്രഭാഷം താവത് വാത്മീകിയേഹേ കൃതവസതിരുപാസുത സീതാസുതൗതേ. 35-ാം ദശകത്തിലെ 9-ാമത്തെ ശ്ലോകം. വാത്മീകേസ്ത്വത്സുതോദ്ഗാപിത മധുരകൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ശിതിമവിശദസൗ ത്വം ച കാലാർത്തിദോ ഭൂഃ ഹേതോ സൗമിത്രികാദി സ്വയമഥ സരയൂമഗ്ര നിശേഷവൃത്തിഃ സാകം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. വാൽമീകിയുടെ ആശ്രമത്തിൽ വളർന്ന രാമപുത്രന്മാരായ കുശനും ലവനും സകലകലാവല്ലഭരായി തീർന്നു. വാൽമീകി രചിച്ച രാമായണ കാവ്യം അവർ ഹൃദിസ്ഥമാക്കി. ശ്രീരാമൻ അശ്വമേധയാഗം നടത്താൻ തീരുമാനിച്ച സമയത്ത് കുശലവന്മാർ ആ യാഗശാലയിലെത്തി വാൽമീകിയുടെ ആ മധുരകാവ്യം സദസ്യരെ പാടി കേൾപ്പിച്ചു. അത് കേട്ട് രാമൻ ഇവർ തൻ്റെ മക്കളാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞു. വാൽമീകിയുടെ ആജ്ഞ അനുസരിച്ച് രാമൻ സീതയെ വീണ്ടും സ്വീകരിക്കാൻ ഒരുങ്ങി. എന്നാൽ സീതാദേവി രാമൻ്റെ മുമ്പിലെത്തിയെങ്കിലും മാതാവായ ഭൂമിദേവിയുടെ കൈകളിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. രാമൻ കുറേ നാൾ ദുഃഖിതനായി കഴിഞ്ഞു. അങ്ങനെ ഒരു ദിവസം യമൻ കാലൻ രാമനെ കാണാനെത്തി. താപസവേഷത്തിൽ വന്ന ധർമ്മദേവൻ ഭഗവാനോട് തിരിച്ച് വൈകുണ്ഠത്തിലെത്താനുള്ള സമയമായി എന്നറിയിച്ചു. ഇതിനൊരു നിമിത്തം എന്ന വണ്ണം അദ്ദേഹം പറഞ്ഞത്, എനിക്ക് രാമനെ കാണണം, തങ്ങളുടെ കൂടിക്കാഴ്ചയ്ക്ക് ആരും തടസ്സമുണ്ടാകരുതെന്നും ആ സമയത്ത് ആരെങ്കിലും അവിടെ കടന്നു വന്നാൽ അവനെ വധിക്കേണ്ടതാണെന്നും നേരത്തെ തന്നെ പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു. ഈ സമയത്ത് ദുർവാസാവ് രാമനെ കാണണമെന്ന് വാശി പിടിക്കുകയും അക്കാര്യം കാവൽക്കാരനായ ലക്ഷ്മണൻ രാമനെ അറിയിക്കാനായി ചെല്ലുകയും അത് ലക്ഷ്മണനെ ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമാവുകയും ചെയ്തു. പരിത്യാഗം വധമായി തന്നെ കണക്കാക്കാമെന്ന്
ന്യായം വെച്ച് ലക്ഷ്മണൻ അങ്ങനെ ലക്ഷ്മണനെ ഉപേക്ഷിച്ചു. ആദിശേഷ രൂപം ധരിച്ച് അദ്ദേഹം ഭഗവാന് മുമ്പേ വൈകുണ്ഠം പ്രാപിച്ചു. അവരോ അവതാര ഉദ്ദേശം സാധിച്ച് ഭഗവാനും ദേവാംശഭൂതരായ തൻ്റെ ആശ്രിതന്മാരോടൊപ്പം തന്നെ സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്തു സ്വർഗത്തിലെത്തി തൻ്റെ ആസ്ഥാനമായ വൈകുണ്ഠത്തെ പ്രാപിച്ചു. അപ്പോൾ ലക്ഷ്മണൻ നേരത്തെ വൈകുണ്ഠത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മണനെ ഉപേക്ഷിച്ചത്. ലക്ഷ്മണൻ അവിടെ സ്വന്തം ശരീരം ഉപേക്ഷിച്ച് ആദിശേഷ രൂപം ധരിച്ച് ഭഗവാൻ മുമ്പേ വൈകുണ്ഠ ലോകത്തിലെത്തി. അതുപോലെ തന്നെ അയോധ്യാവാസികളും വാനന്മാരും എല്ലാവരും ഈ അവതാരത്തിൽ, രാമാവതാരത്തിൽ രാമനെ സഹായിക്കാൻ വേണ്ടി വന്നവരാണ്. അപ്പോൾ അവരും എല്ലാവരും രാമനോടൊപ്പം സരയൂ നദിയിൽ ദേഹത്യാഗം ചെയ്ത് സ്വർഗത്തിലെത്തി. വാത്മീകേസ്ത്വത്സുതോദ്ഗാപിത മധുരഹൃദേ രാജ്ഞയാ യജ്ഞവാടേ സീതാം ത്വയ്യാപ്തുകാമേ ക്ഷിതീമവിശദസൗ ത്വം ച കാലാർത്തിതോ ഭൂഃ ഹേതോ സൗമിത്രികാദീ സ്വയമത സരയൂമഗ്രനിശേഷ ഹൃദ്യൈഃ സാഗം നാഗം പ്രയാതോ നിജപദമഗമോ ദേവ വൈകുണ്ഠമാദ്യം. മുപ്പത്തി അഞ്ചാം ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണിന്ന്. ഇതോടുകൂടി രാമകഥ അവസാനിക്കുകയാണ്. സോയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം നിശ്ലേഷാർത്തിർനിരാഗസ്ത്യജനമപി ഭവേത് കാമധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ കോനുത്തവ മനസോ വിക്രിയാ ചക്രവാണേ സത്വം സത്വൈകമൂർത്തേ പവനപുരപതേ വ്യാധുനു വ്യാധിതാപാൻ. 34, 35 എന്നീ ദശകങ്ങളിൽ 19 ശ്ലോകങ്ങൾ കൊണ്ട് രാമായണ കഥ സംഗ്രഹിച്ച ഭട്ടതിരി നമുക്കൊരു ഗുണപാഠമാണ് ഈ ശ്ലോകത്തിൽ നൽകുന്നത്. നിന്തിരുവടിയിലെ ഈ മനുഷ്യാവതാരം തീർച്ചയായും മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് തീർച്ച. കാമത്തിൽ എന്ന പോലെ കർമ്മത്തിലും അത്യാസക്തി പാടില്ല, ധർമ്മത്തിലും അത്യാസക്തി പാടില്ല. ശ്രീരാമന്റെ കാര്യത്തിൽ കാമാസക്തി ഒരിക്കലും അദ്ദേഹം പ്രദർശിപ്പിച്ചിട്ടില്ല. എന്നിരുന്നാലും ധർമ്മത്തിൽ വേണ്ടതിലധികം ആസക്തി ഉണ്ടുതാനും. മറിച്ച് രാവണന്റെയും ശൂർപ്പണഖിയുടെയും കാര്യത്തിൽ അവർക്ക് അത്യാസക്തി കാമത്തിലാണ്. അത് അവരുടെ നാശത്തിന് കാരണമായി തീരുകയും ചെയ്തു. ധർമ്മിഷ്ഠനായ ശ്രീരാമന് ജീവിതത്തിൽ അധിക കാലവും വേർപാട് കൊണ്ടുള്ള ദുഃഖം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അമ്മയെ, അച്ഛനെ, സഹോദരന്മാരെ, നാട്ടുകാരെ, എന്തിനേറെ വനത്തിലേക്കാണെങ്കിലും ഒപ്പം വന്ന ഭാര്യയെയും പിരിഞ്ഞിരിക്കേണ്ട ഒരു ജീവിതമാണ് അദ്ദേഹത്തിനുണ്ടായത്. നാട്ടിലെത്തി രാജാവായ ശേഷം ആരുടെയോ വാക്ക് കേട്ട് ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിച്ചു. മക്കളെ പിരിഞ്ഞുള്ള ജീവിതം, തപസ് ചെയ്തു എന്ന അപരാധത്തിന് ജന്മം കൊണ്ട് മാത്രം ശൂദ്രനായ ഒരു നിരപരാധിയെ ശിക്ഷിക്കേണ്ട
ഒരു ഗതികേട് അദ്ദേഹത്തിന് വന്നു. വീണ്ടും ഒരു താമസന് കൊടുത്ത വാക്ക് പാലിക്കാനായി തൻ്റെ എല്ലാമായ സഹോദരനെ ഉപേക്ഷിക്കേണ്ടി വന്നു. ഭഗവാൻ എന്തിനിതൊക്കെ ചെയ്തു എന്ന ചോദ്യത്തിന് ഉത്തരം ഇത് മാത്രമാണ്. സോയം മർത്യാവതാര തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം. മനുഷ്യജീവിതം ഇങ്ങനെയൊക്കെയാണ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത്. ചക്രപാണിയായ ഭഗവാനെ, അങ്ങനെ അല്ലെങ്കിൽ ബ്രഹ്മാനന്ദം അനുഭവിക്കുന്ന അവിടുത്തെ മനസ്സിൽ വികാരം എങ്ങനെ ഉണ്ടാവാനാണ്? സത്വമൂർത്തിയായ ഗുരുവായൂരപ്പ, അവിടുന്ന് എൻ്റെ ഈ വ്യാധി താപങ്ങളെയെല്ലാം ഇല്ലാതാക്കിയിടമേ എന്ന് പറഞ്ഞ് ഭട്ടതിരി അവസാനിപ്പിക്കുകയാണ്. സ്വയം മർത്യാവതാരസ്തവ ഖലു നിയതം മർത്യശിക്ഷാർത്ഥമേവം വിശ്ലേഷാർത്തിർനിരാഗസ്ത്വജനമപി ഭവേത് കാമധർമ്മ്യാദി ധർമാദിസക്ത്യാ നോ ചേത് സ്വാത്മാനുഭൂതേ കൊനു തവ മനസോ വിക്രീയ ചക്രപാണേ സത്വം സത്വികമൂർത്തേ പവനപുരപദേ വ്യാധുനു വ്യാധിതാപാൻ. അങ്ങനെ രാമചരിതം അവസാനിക്കുകയാണ്. ഗുരുവായൂരപ്പ രക്ഷിക്കുന്നു.